ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേനൽക്കാലത്ത് ഒരുവിധം എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു വിഭവമായിട്ടാണ്. വേറൊന്നുമല്ല, ചക്കയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ പറമ്പിലുണ്ടായ ചക്ക ഉപയോഗിച്ചുള്ള ചക്കപ്പുഴുക്കാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കാണാം. ചക്കയെല്ലാം ചുള പറിച്ച് നീളത്തിൽ ചെറുതായി അരിഞ്ഞ് നന്നായി കഴുകിയ ശേഷം ഗ്യാസ് അടുപ്പിൽ വെച്ച ശേഷം ആവശ്യമായ ഉപ്പ്, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ആവശ്യമായ വേവിന് 1 ഗ്ലാസ് വെള്ളം എന്നിവയൊഴിച്ച് നന്നായി വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് തേങ്ങ ചിരവി അതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. നല്ല രീതിയിൽ വെന്ത് വന്ന ചക്കയിലോട്ട് ഈ അരപ്പ് നമുക്ക് ചേർത്ത് ഇളക്കി എടുക്കാം. തേങ്ങയുടെ ആ പച്ചപ്പ് മാറിക്കഴിഞ്ഞാൽ ഇറക്കി വെച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. വേണമെങ്കിൽ മാത്രം നമുക്ക് കടുക് താളിച്ചെടുക്കാം. എനിക്കിഷ്ടമുള്ളത് കൊണ്ട് കടുക് താളിക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും കൂടി നന്നായി വഴറ്റിയ ശേഷം ആ ചക്കയിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക വിഭവം ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. ചക്കയ്ക്ക് ഏറ്റവും കൂടുതൽ കാന്താരി മുളകിൻ്റെ ചമ്മന്തിയും കട്ടൻ ചായ ആണെങ്കിലും എനിക്കിഷ്ടം നല്ല ചോറും കറിയും തോരനും അതേമാതിരി അച്ചാറും പുളിയാഞ്ചിയും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് ചക്കപ്പുഴുക്ക് എന്തിൻ്റെ കൂടെയാണ് കൂടുതൽ കഴിക്കാൻ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ